ഹലോ ഫ്രണ്ട്സ്, ഷെഫീനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് എറണാകുളത്താണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പ് ഫോർട്ട് കൊച്ചി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ബോൾഗാട്ടി പാലസിലേക്കാണ് പോകുന്നത്. നിങ്ങൾ കണ്ടില്ല, കൊച്ചിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയാണ്. നമ്മളെ ഏറ്റവും നല്ല സിറ്റി തന്നെയാണല്ലോ കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്നത് നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും പോയി കാണുകയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി പാലസിലേക്ക് പോകുമ്പോൾ ഗ്രാൻഡ് ഹയാത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, യൂസഫ് അലി സാറിൻ്റെ. അപ്പോൾ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ അറിഞ്ഞുകൂടാ, ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കയറിയിട്ടില്ല. വലിയ പൈസക്കാരത്തിയായിട്ട് വേണോ പോകാൻ വേണ്ടിയിട്ട്, ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി പാലസ് എത്താനായി. അങ്ങനെ ഗ്രാൻഡ് ഹയാത്ത് അങ്ങനെ പുറത്തുനിന്ന് കണ്ടിന്. അങ്ങനെ ബോൾഗാട്ടി പാലസിലേക്ക് എത്തി. അപ്പോൾ അവിടെ എൻട്രൻസിൽ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഹാളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി പാലസിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. ബോൾഗാട്ടി പാലസിൻ്റെ ഒരു സിനിമ മൈ ബോസിൽ മമത പറയുന്നുണ്ടല്ലോ, ഓ മൈ ഗോഡ്, ദിലീപിൻ്റെ ഒക്കെ ഇറങ്ങുമ്പോൾ, ഓ മൈ ഗോഡ് എന്തൊരു ഭംഗിയാ നിൻ്റെ വീട്, നീ റിച്ചാണോടാ തയ്ക്കുന്നുണ്ട്. അന്നേരം ദിലീപ് പറയുന്നുണ്ട്, ഞാനല്ല, എൻ്റെ അച്ഛനാ റിച്ച്. അപ്പോൾ അങ്ങനെ ശരിക്കും നല്ല റിച്ച് ഫീലുള്ള നല്ലൊരു പാലസ് തന്നെയാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. നല്ല എന്താ പറയണ്ടേ, ആ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ അത് കണ്ടവർക്കേ പറയാൻ പറ്റും. നല്ല അവിടെ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടില്ല, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഷിഫ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒരു സ്ഥലം പോയിട്ട് താമസിക്കണം. അப்புறம் റൂമിൻ്റെ റെൻ്റൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 5000 രൂപയാണ് അവിടെ പറഞ്ഞത്. അത്ര വലിയൊരു കോസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയനാട്ടിലുള്ള 5000 ഉറുപ്പിക ഇല്ല അല്ലേ. അങ്ങനെ ഇതാണ് വെച്ചിട്ട് ആ ലുക്ക് വെച്ചിട്ട് അത് വിലമതിക്കും എന്നാണ് ഷിഫ പറയുന്നത്. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി പാലസിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ആദ്യം തന്നെ. അങ്ങനെ അവിടെ എന്നുള്ള പറഞ്ഞാൽ നല്ല രസം തന്നെ കാണാൻ. നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എന്ന് മറ്റേ സുവർഗത്തോപ്പിലെ ഹൂറിയെപ്പോലെ മുഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ, അതെല്ലാവരും കാണണേ. അങ്ങനെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഫുഡിൻ്റെ പൈസയൊക്കെ എന്നുള്ള വിചാരിച്ചത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തന്നെ റിച്ച് ലുക്കാണ്. നമ്മൾ വിചാരിച്ച അത്രയും പൈസ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അത്ര വലിയ കോസ്റ്റൊന്നും ആയിട്ടില്ല. നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞിന്, അല്ല വൈകുന്നേരം അതിന് അവിടെ എത്തുമ്പോൾ. അപ്പോൾ ചോറ് തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ പൊറോട്ടയും അതിന് ബട്ടർ ചിക്കനല്ലോ വാങ്ങിയ ബട്ടർ ചിക്കനും അത് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മളവിടെ കയറുമ്പോൾ തന്നെ ബൊഫേ സിസ്റ്റമായിരുന്നു ചോറിൻ്റെത്. അപ്പോൾ അവിടുന്ന് ചോറിൻ്റെ കറികളെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നത്തളുടെ ഫ്രൈ എന്ന് പറയുന്നത് ഒരടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ B.Ed കൊല്ലത്തെ പഠിച്ചത്. അപ്പോൾ ഇടയ്ക്ക് എറണാകുളം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബസ്സിലേക്ക് കുറേ ഫുഡ് കഴിക്കാനുള്ള നിർത്തലുണ്ട്. പക്ഷെ അന്നേരം ഒന്ന് കഴിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റേ ഉണ്ടാവില്ല ഫുഡ്. ഇപ്പം എന്താ ഫുഡ് എറണാകുളത്തുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇത് ബോൾഗാട്ടി പാലസിൻ്റെ റെസ്റ്റോറൻറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയും ബട്ടർ ചിക്കൻ. എൻ്റെ പേര് ആശ സഹറ. ഒരു റിലാക്സേഷൻ സ്റ്റേ ബഹ്റൈനിലാണ്. നമ്മുടെ ബഹ്റൈനിൽ. ഇത് മക്കള്, ഇത് മൂത്ത ആള്, ഇത് രണ്ടാമത്തെ ആള്, ഇത് മൂന്നാമത്തെ ആള്. ഇതെല്ലാം ഉമ്മ, ഇത് നാത്തൂൻ്റെ ഉമ്മ. ഇത് നമ്മളുടെ നമ്മുടെ ചാനലിലുള്ള നാത്തൂന് ഇവിടെ. നാത്തൂന് അവള് ഗൈസ്, എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.
എല്ലാവരും ഷെഫീനാസ് വ്ലോഗ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ആന്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ഇതാണ് ചാനലുള്ള നാത്തൂനെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവരുമായിട്ട് കുറേ സമയം സംസാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും നല്ല ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട്. അങ്ങനെ ചാച്ചൂസും ശരിയെല്ലാം കുറേ സമയം ഊനാലൊക്കെ ആടി നമ്മൾ കുറേ സമയം പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് സമയം ചിലവഴിച്ചു. നല്ല രസമുണ്ട് അവിടുത്തെ പൂള് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബോൾഗാട്ടി പാലസിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ശരിക്കും തല ഉയർത്തി നിൽക്കുന്ന ഒരു കൊട്ടാരം തന്നെയാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം തന്നെയാണ്. അവിടെ അന്ന് എന്തെല്ലോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് KTDCയുടെ പിന്നെ ലക്ഷറി ഹെറിറ്റേജ് റിസോർട്ടാണ്. ഏകദേശം ഇതൊരു 15 ഏക്കർ സ്ഥലമുണ്ട്. അതായത് ഇത് ഫോർട്ട് കൊച്ചി പിന്നെ വല്ലാർപാടം ടെർമിനൽ അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഡച്ചുകാരാണ് ഈ കൊട്ടാരം പണിതത്. പാലസിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും കൊച്ചി എന്താ പറയുക, കൊച്ചീൻ്റെ ഭംഗി തന്നെ ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തണൽ മരങ്ങളും അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു ചൂട് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ബോൾഗാട്ടി പാലസിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ നല്ല നല്ല റിസോർട്ടുകളുണ്ട്. പിന്നെ ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ 4 റൂമാണ് ഉള്ളത്. അതും നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് വേറെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. പിന്നെ അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയ ഉണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. അങ്ങനെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ബോൾഗാട്ടി പാലസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. അപ്പോൾ ലുലു മാളിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും എന്തായാലും ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു.